പേര് സിസ്റ്റർ ഷാൻഡി. ഞങ്ങൾ സെൻറ്റ് മാർത്താസ് പ്രീ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ ഗാർഡൻ്റെ പിക്ചർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളെ കാണിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പിന്നെ ഓണവുമായി അനുബന്ധിച്ച് ഈ പൂക്കളെ കാണിച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെ അപ്പം നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഈ സൺഫ്ലവർ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ പച്ചക്കറി കൃഷിയാണ് ചെയ്തിരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ഈ ചുരു മണലിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് കടപ്പുറം മണൽ പോലെയുള്ള മണലാണ്. അപ്പം നല്ല ചലഞ്ചിങ് ആണ്, പക്ഷേ നമുക്ക് തന്നെ ഫെർട്ടിലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനോട് നമ്മൾ അടിവളം കൂടുതൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൃഷിയിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 2005 കോർപ്പറേറ്റ് മേഖലയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഫസ്റ്റ് കിട്ടിയത് മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ഫുഡ് പോയ്സൺ ആയിട്ട്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമെന്ന് പറയുന്നത്, എൻ്റെ ഫാമിലിയിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു നീസ് ക്യാൻസർ ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഹോസ്പിറ്റലിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൃഷിയിലായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞ് 8ാമത്തെ വർഷം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എൻ്റെ മോന് 7 വയസ്സ് കഴിഞ്ഞ് ഡിസംബറിൽ 8 വർഷമാവും. അപ്പം മോന് കാരിങ് ആയത് മുതലാണ് നമ്മൾ ഈ നല്ല സേഫ് ടു ഈറ്റ് ഫുഡ് നമ്മുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതും കൃഷിയിലേക്ക് ഇറങ്ങുന്നതും. തുടക്കത്തിൽ നല്ല ചലഞ്ചിങ് ആയിരുന്നു, ഭയങ്കര പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 2022 കേരള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പച്ചക്കറി കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് 1 വർഷം മുമ്പ് നമ്മുടെ ഇവിടുത്തെ കഠിനംകുളം പഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നത് സെൻറ്റ് ജോസഫ് കോളേജിലാണ്. തുമ്പ സെൻറ്റ് ജോസഫ് കോളേജിലെ പാട്ടത്തിനടുത്ത 20 ഏക്കറിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കോളേജോടെ എനിക്കൊരു MOU ഉണ്ട്. അത് പ്രകാരം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഫാം ഇന്റേൺഷിപ്പ് പോലെ നമ്മൾ കൃഷി ചെയ്യണം, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അവർക്ക് അതിനോടുകൂടെ ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ നമ്മളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർബസേലിസ് കോളേജോടെ എനിക്കൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്, ടെക്നിക്കൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ടെക്നോളജി വെച്ച് നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓട്ടോമേഷനും ട്രേസബിലിറ്റിയാണ് നമ്മൾ മെയിൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പുതുതലമുറയും ഈ കൃഷിയുടെ കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കൊടുത്താൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പൂക്കൾ മാത്രമല്ല, നമ്മൾ പച്ചക്കറിയും വാട്ടർമെലനും എല്ലാം നമ്മളിതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്.